ഇത് ഫൈലം നൈഡേറിയ ഒരു സിലിണ്ടറേറ്റഡ് സെക്കൻഡ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുന്നത് ഒബീലിയനെ പഠിച്ചു. ഒബീലിയ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിച്ചു. ഇനി വേറൊരു ആനിമലിനെ പഠിപ്പിക്കാം. അതൊരു എക്സാമ്പിളാണ്. ഫൈസാലിയ. ഈ ഫൈസാലിയ ഇവരും ഒരു കൊളോണിയൽ ഫോം. ഫൈസാലിയും ഒരു മറൈൻ കൊളോണിയൽ ഫോം. ഇതൊന്ന് വരയ്ക്കട്ടെ. നെക്സ്റ്റ് ആനിമലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഫൈസാലിയ. ഇറ്റ് ഈസ് എ മറൈൻ ഫോം. ഇത് സിലിണ്ടറേറ്റ് ആണ്. മെറൈൻ ഫോം. ഇറ്റ് ഈസ് എ മറൈൻ കൊളോണിയൽ cylindrate, and the colony floats with the help of a gas-filled bladder. ഇത് കണ്ടോ പിള്ളേരെ? ഈ ബ്ലാഡർ മാത്രം, ഇത് മറൈൻ ഫോം ആണ്. ഈ ബ്ലാഡർ മാത്രമേ നമ്മൾ കാണുള്ളൂ. ബ്ലാഡർ ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ പതുക്കെ ഫ്ലോട്ട് ചെയ്തങ്ങ് നടക്കും. ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ആ ഫ്ലോട്ട് ചെയ്യുന്നത് ഒരു ഗ്യാസ് നിറഞ്ഞ ഒരു ബലൂൺ പോലത്തെ സ്ട്രക്ചർ കൊണ്ടാണ്. ദാറ്റ് ഗ്യാസ് ഫിൽഡ് ബ്ലാഡർ ഈസ് നോൺ ആസ് നിമാറ്റോഫോർ. Nematophore help. And this nematophore contains gas producing glands, and our glands gas produce gas fill. From the under surface of this nematophore hangs several zooids. Zooids is what kind of concept? Zooids are individuals of the colony. ആ കോളനിയിലെ ഇൻഡിവിജ്വൽസിനെയാണ് പറയുന്നത് zooids. ഇവിടെ there are different types of individuals, and hence Physalia exhibit the phenomenon of polymorphism. അപ്പം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഫൈസാലിയം എഴുതാം. പോളിമോർഫിസം എന്താ? പോളിമോർഫിസം ഇസ് എ ഫിനോമിനൻ ഇൻ വിച്ച് there are two or more morphologically different types of individuals for performing different functions of the colony. അപ്പോൾ ഇവിടെ ഫൈസാലിയയിൽ ഡിഫറെൻറ്റ് മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആർ പ്രസൻറ്റ്, ആൻഡ് ഹെൻസ് ഫൈസാലിയ എക്സിബിറ്റ് ദ ഫിനോമിനൻ ഓഫ് polymorphism. From the under surface of this float hangs several zooids. Zooids are the individuals of the colony. There are mainly three different types of individuals. One is called the gastrozooid. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം they are nutritive in function. Gastrozooids are nutritive in function, and they are nutrition വേണ്ടിയിട്ട് എന്താ ഫുഡ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് ടെൻഡക്കിൾസ് വേണം. This is the gastrozooid. Gastrozooids are provided with എന്താ പറയുന്നത് മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ്. ഇവരുടെ കൂടെ തന്നെയുള്ള Gastrozooids are provided with the mouth and tentacles, and they are nutritive in function. Gastrozooids are nutritive in function, provided with the mouth and the long tentacles. Tentacles are the food capturing, mouth food capturing. And the second zooid is gonozooid. Reproductive gonozooids, they are reproductive in function. They are provided with male and female gonophores. ഇതിന്റെ സ്ട്രക്ചർ മുഴുവനും മെയിലും ഫീമെയിലും ഗോണോഫോഴ്സിങ്ങനെ ഇരിക്കുക. They are called gonozooids. Gonozooids are അവർക്ക് ഡിവൈഡ് ഓഫ് ഇങ്ങനത്തെ ഒരു മൗത്തോ ടെൻറ്റിക്കിളോ ഒന്നും തന്നെ ഇല്ല. Gonozooids are devoid of mouth and tentacles, and their outer surface ഇത് ബ്ലാസ്റ്റോസ്റ്റൈൽ പോലെ തന്നെയാണ്. അതിൻ്റെ ഔട്ടർ സർഫസിൽ മുഴുവനും മെയിലും ഫീമെയിൽ ആയിട്ടുള്ള ഗോണോഫോഴ്സ് ഇരിക്കുക. പിന്നെ തേർഡ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഇസ് കോൾഡ് ഡാക്ടൈലോസൂയിഡ്. Defensive in function. There are long tentacles, and these long tentacles are provided with the batteries of nematocysts. The nematocysts are stinging cells. അതും ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ഈ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ അതിന് വരെ
ഫേറ്റൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ പറ്റും. വളരെ വെരി ലോങ് ടെൻറ്റക്കിൾസ് ആയിരിക്കും. ആ ടെൻറ്റക്കിൾസിൽ മുഴുവനും നെമാറ്റോസിസ്റ്റ് ഇങ്ങനെ ബാക്ടറി മാതിരി അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു അടി കിട്ടിയാൽ മതി. പ്രേനെ പാരാലിസിസ് ചെയ്യാൻ ഒരൊറ്റ അടി മതി ഇതിന്. ഇത് വളരെ ലോങ് ആണ്. ആൻഡ് ദേ ആർ പ്രൊവൈഡ് വിത്ത് ബാറ്ററീസ് ഓഫ് നെമാറ്റോസിസ്റ്റ്. നെമാറ്റോസിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാതെ അതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും. അപ്പോൾ ഫൈസാലിയ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വോർ. അതിൻ്റെ കളർ തന്നെ ഒരു സ്ലൈറ്റ് ബ്ലൂ കളറാണ്. വാർഷിപ്പിൻ്റെ കളറാണ്. വാറിൻ്റെ സമയത്ത് ഷിപ്പ് അവിടെ ഇവിടെയൊക്കെ സെയിൽ ചെയ്ത് കിടക്കുന്ന പോലെ ഇത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് ഹെൽപ്പ് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തത് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഗ്യാസ് ഫിൽഡ് ബ്ലാഡർ. ആ ബ്ലാഡറും ഒരു സുവേർഡാണ്. ഈ കോളനിയിൽ ഒരു ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇൻഡിവിജ്വലാണ് ഈ നെമാറ്റോഫോർ. ആ കോളനീനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വലാണ് നെമാറ്റോഫോർ. അപ്പം നെമാറ്റോഫോർ ഒരു ഇൻഡിവിജ്വലാണ്. ഗോണോസോയിഡ്, ഡാക്ടിലോസോയിഡ്, ഗാസ്ട്രോസോയിഡ്. അപ്പം മെയിനായിട്ട് 4 തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഈ കോളനിയിലുണ്ട്. ആൻഡ് ഹാൻസ് എന്താ പറയുന്ന ഫൈസാലിയ എക്സിബിറ്റ് ദ ഫിനോമിനൻ ഓഫ് പോളിമോർഫിസം. ഇതൊരു മറൈൻ ഫോമാണ്, ഫ്ലോട്ടിംഗ് ഫോമാണ്, സിലിണ്ടറേറ്റ് ആണ്, കൊളോണിയൽ ഫോം. ആ കോളനിയെ കൊണ്ട് നടക്കുന്നത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഫ്ലോട്ടിംഗ് ഫോം ആയതുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഒരു ഗ്യാസ് ഫിൽഡ് ബ്ലാഡറാണ്. ആ ബ്ലാഡറും ആ കോളനിയിലെ ഒരു സുവേർഡാണ്. ദാറ്റ് സുവേർഡ് ഈസ് കോൾഡ് നെമാറ്റോഫോർ. ആ നെമാറ്റോഫോർ ഇപ്പം നമ്മളൊരു പായൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ പായലിൻ്റെ മേൽഭാഗം മാത്രമല്ലേ കാണത്തുള്ളൂ. പായലിനെ പൊക്കി എടുക്കുകയാണെങ്കിൽ താഴത്തോട് ഇങ്ങനെ അതിൻ്റെ വേര് കിടക്കത്തില്ലേ പിള്ളേരെ, അതേമാതിരി തന്നെ ഇതിനെ പൊക്കി നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴത്തുനിന്ന് മുഴുവനും സുവേർഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. അത് മെയിനായിട്ട് ആ ഹാങ് ചെയ്ത് കിടക്കുന്ന സുവേർഡ്സ് മെയിനായിട്ട് 3 പേരാണ് ഉള്ളത്. ഗാസ്ട്രോസുവേർഡ് ഉണ്ട്, ഡാക്ടൈലോസുവേർഡ് ഉണ്ട്, ഗോണോസുവേർഡ് ഉണ്ട്. ഗാസ്ട്രോസുവേർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഫംഗ്ഷൻ ദ ഫംഗ്ഷൻ ഓഫ് ഗാസ്ട്രോസുവേർഡ് ഈസ് എന്താ പറയുക ന്യൂട്രീഷൻ. ആ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഒരു ലോങ് ടെൻറ്റിക്കിൾ ഗാസ്ട്രോസുവേർഡ്സ് ആർ പ്രൊവൈഡ് വിത്ത് എ ലോങ് ടെൻറ്റിക്കിൾ ആൻഡ് മൗത്ത്. Whereas the gonozoids are gonozoids function reproduction devoid of mouth and ഇത് കണ്ടോ മൗത്തും ടെൻറ്റക്കിൾസും ഒന്നും തന്നെ ഇല്ല അവർക്ക്. അതേസമയം ഡാക്ടിലോസോയിഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിഫെൻസീവ് ഫംഗ്ഷൻ ആണ്. വളരെ ലോങ് ടെൻറ്റക്കിൾസ് ആൻഡ് ദേ ആർ പ്രൊവൈഡ് വിത്ത് ബാറ്ററീസ് ഓഫ് നെമാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് സെൽസ്. ഫൈസാലിയ നമുക്ക് എഴുതാം. പോളിമോർഫസിന്റെ എക്സാമ്പിളായിട്ട് ഫൈസാലിയ എഴുതാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ഫൈലം നൈഡേറിയയിൽ വരുന്ന ആനിമൽസ് മെയിനായിട്ട് 2 ബോഡി പാറ്റേൺ അല്ലെങ്കിൽ ബോഡി ഫോമിൽ കാണും. ഒന്നുമില്ലെങ്കിൽ അവർ അറ്റാച്ച്ഡ് ഫോം ആയിരിക്കും. അത് നമുക്ക് ഒബീലിയ കാണില്ല. അപ്പോൾ ഒബീലിയ നമ്മൾ കണ്ടില്ലേ, ഒബീലിയ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലോട്ട് പോയി ഒട്ടിയിരിക്കും. ആ ഒരു റൂട്ട് ലൈക്ക് പോർഷനൊക്കെ കാണും. അങ്ങനെയുള്ള ഇൻഡിവിജ്വലിനെ പറയുന്ന ആ ഒരു ഫോമിനെ പറയുന്ന പോളിപ്പോയിഡ് ഫോം എന്നും, ഒഴുകി നടക്കുന്ന ഈ മെഡുസ ഒഴുകി നടക്കില്ല, അതുമായി കോളനിയിലെ തന്നെ ഒരു ഇൻഡിവിജ്വലാണ് ഒഴുകി നടക്കുന്നു. ഇവർ ഒഴുകി നടക്കുന്നു. ഇനി അടുത്തൊരു ആനിമലിനെ പറയാം ഒഴുകി നടക്കുന്ന. അവരൊക്കെ ഒഴുകി നടക്കുന്ന ഒരുമാതിരി സോസർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം മെയിനായിട്ട് ദ ഒബീലിയ കോളനിയിലെ ഇൻഡിവിജ്വൽസ് ഷോ 2 types of body plans അല്ലെങ്കിൽ പാറ്റേൺസ്. അതിൻ്റെ അറ്റാച്ച്ഡ് ഫോമിനെ പറയുന്ന പോളിപ്പോയിഡ് ഫോം എന്നും, മറ്റേ ഫോമിനെ പറയുക അല്ലെങ്കിൽ ഒഴുകി നടക്കുന്ന എംബർല ഷേപ്ഡ് അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ഫോമിനെ പറയുന്ന മിഡുസോയിഡ് ഫോം എന്നുമാണ്. ഈ ഡയഗ്രാം തുടക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾ 2 ആനിമൽസിനെ പഠിപ്പിച്ചു. ഒബീലിയ പഠിച്ചു, ഫൈസാലിയ പഠിച്ചു. അതിൽ ഒബീലിയ ഒരു അറ്റാച്ച്ഡ് ഫോമാണ്. അതിൻ്റെ ആ ഒരു ബോഡീനെ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അറ്റാച്ച്ഡ് ഫോം. അങ്ങനെയുള്ള ഒരു ബോഡി പാറ്റേണിനെ നമുക്ക് പറയാം പോളിപ്പോയിഡ് ഫോം, ഒരു പോളിപ്പോയിഡ് ഫോം എന്ന് ഇങ്ങനെയുള്ളവരെ പറയുന്നു പോളിപ്പോയിഡ് ഫോം. അതേസമയം ഇപ്പോൾ വേറൊരു ആനിമലിനെ പഠിച്ചു, എന്തുവാ ഫൈസാലിയ അല്ലെങ്കിൽ മെഡുസ. മെഡുസ ഇവിടുന്ന് തന്നെ വന്ന ആളാണെങ്കിലും അത് വേറൊരു ഇൻഡിവിജ്വലാണ്. അവരെങ്ങനെയാ ഒഴുകി നടക്കുക. അവരൊരു അംബർല ഷേപ്ഡ് അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അങ്ങനെയുള്ള ബോഡി പാറ്റേണിന് ബോഡി പ്ലാനിനെ പറയുന്ന മിഡുസോയിഡ് ഫോമാണ്. മെഡുസോയിഡ് ഫോം. അപ്പോൾ പോളിപ്പോയിഡ് ഫോം ആൻഡ് മെഡുസോയിഡ് ഫോം. മെയിനായിട്ട് സിലിണ്ടറേറ്റ്സിലെ ആനിമൽസ് ഒന്നെങ്കിൽ പോളിപ്പോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ മെഡുസോയിഡ് ഫോം ആയിരിക്കും. ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും, ഒരെണ്ണം അറ്റാച്ച്ഡ് ഫോം ആയിരിക്കും. ഇതിൻ്റെ മൗത്തും ടെൻറ്റക്കിൾസും ഒക്കെ ഇതിൻ്റെ മൗത്ത് കണ്ടോ, ഈ പോളിപ്പോയിഡ് ഫോമിൻ്റെ മൗത്ത് ആണെങ്കിലും മൗത്ത് ആൻഡ് ടെൻറ്റക്കിൾസ് ആർ ഡയറക്റ്റഡ് അപ്വേർഡ്സ്.
വേറെ മെഡിസോയിഡ് ഫോമിന്റെ ഇവിടുന്ന് ഇതിങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഇവരുടെ മൗത്തും ടെന്റക്കിൾസ് എല്ലാം ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആണ്. മെഡിസോയിഡ് ഫോം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്നവരും ഇവരാണെങ്കിൽ അറ്റാച്ച്ഡ് ഫോം ആയിരിക്കും. ഇവരുടെ മൗത്തും ടെന്റക്കിൾസും ഡയറക്റ്റഡ് അപ്വേർഡ്സ് ആണ്. ഇതിന്റെ മൗത്ത് ഇവിടെയാണ് മൗത്ത് ഇരിക്കുന്നത്. മൗത്തും ടെന്റക്കിൾസ് എല്ലാം ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആണ്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. മൗത്തും ടെന്റക്കിൾസും താഴത്തോട്ടിരിക്കുന്നു, ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. മൗത്ത് ടെന്റക്കിൾസ് ഡയറക്റ്റഡ് അപ്വേർഡ്സ്, ഇവർ അറ്റാച്ച്ഡ് ഫോം. ഇനി ഇപ്പൊ ഒബീലിയ എന്ന് പറയുന്നത് പോളിപ്പോയിഡ് ഫോം ആണ്. ഒബീലിയന്ന് പോയ ഒരു മെഡുസ എന്ന് പറയുന്ന മെഡിസോയിഡ് ഫോം ആണ്. ഇനി അടുത്തൊരു മെഡിസോയിഡ് ഫോം ആയിട്ടുള്ള ഒരു ആനിമലിനെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒറേലിയാണ്. ഒറേലിയയുടെ ബോഡി ഒരു മെഡുസോയിഡ് ഫോം ആണ്. ഒറേലിയ ഒരു മെഡുസ പോലെ തന്നെ ഇരിക്കും, പക്ഷെ മെഡുസനെക്കാട്ടിലും വലിയ സൈസാണ് ഒറേലിയ. ഒരു അംബർല ഷേപ്ഡ് എന്നോ അല്ലെങ്കിൽ ബെൽ ലൈക്ക് ഫോം എന്നോ പറയാം. അതൊരു ശരിക്കും അംബർല മാതിരി ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പടം വരച്ച് കാണിച്ചു തരാം. ഇതിന്റെ ഒരു അംബർല മാതിരി ഇങ്ങനെ ഇരിക്കും. മെഡിസ പോലെ തന്നെയാണ് ഷേപ്പെങ്കിലും മെഡിസയെക്കാട്ടിലും വലിയ സൈസാണ്. ഇവർക്കും ഒരു ഔട്ടർ കോൺവെക്സ് സർഫസ് ഉണ്ട്, എക്സ് അംബർലാർ സർഫസ്. ഒരു കൂട നിവർത്തി വെച്ച പോലെ തന്നെ അതിന്റെ ഔട്ടർ സർഫസ് ഈസ് കോൺവെക്സ് ആൻഡ് ദാറ്റ്സ് കോൺവെക്സ് ഔട്ടർ സർഫസ് ഈസ് കോൾഡ് എക്സ് അംബർലാർ സർഫസ്. ഇന്നർ ആയിട്ടുള്ള കോൺകേവ് സർഫസ് ഈസ് കോൾഡ് സബ് അംബർലാർ സർഫസ്. ഇന്നർ സർഫസ് സബ് അംബർലാറും ഔട്ടർ സർഫസ് എക്സ് അംബർലാർ സർഫസ്. ആ എക്സ് അംബർലാർ സർഫസിന്റെ നടുക്കൂന്ന് മെഡുസയുടെ പോലെ തന്നെ there is a small stalk like structure called manubrium. മനുബ്രിയത്തിന്റെ അറ്റത്തായിട്ട് മൗത്ത് കാണും. ഇങ്ങനെ തന്നെ മെഡുസയുടെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാലും ഇവരുടെ ഈ ഔട്ടർ മാർജിൻ ഓഫ് ദ അംബർല ഇല്ലേ, അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം എങ്ങനെയാണ്. അടുത്ത എക്സാമ്പിളാണ് ഒറേലിയ. ഒറേലിയ ഒരു മെഡിസോയിഡ് ഫോമാണ്. മെഡിസോയിഡ് ഫോം തന്നെ ഒഴുകി നടക്കുന്ന ഒരു സോളിറ്ററി ഫോമാണ് ഒറേലിയ. ആൻഡ് ദിസ് ഒറേലിയ ഈസ് ഓൾസോ നോൺ ആസ് ജെല്ലി ഫിഷ്. ഈ ഒറേലിയനെ എങ്ങനെയിരിക്കുന്നു വെച്ചാൽ മെഡുസ കുറച്ച് വലുതായ പോലെ തന്നെ ഇരിക്കും. ഏകദേശം മെഡുസയുടെ അതേ ഷേപ്പാണ്. എന്താ പറയുന്നത്, ഒരു അംബർല ഷേപ്ഡ് ഒരു ബെൽ ലൈക്ക് ഫോമാണ്. ഒരു ഔട്ടർ കോൺവെക്സ് സർഫസ് ആൻഡ് ഇന്നർ കോൺകേവ് സർഫസ്. And the outer convex surface is called exumbrellar surface and the inner concave surface is called subumbrellar surface. മെഡുസയുടെ പോലെ തന്നെ ഇവിടെയും ഫ്രം ദ സെന്റർ ഓഫ് ദ സബംബ്രല്ലാർ സർഫസ് there hangs a short manubrium. ഒരു ചെറിയ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ആയ ഈ കൊടയുടെ പിടി തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെ ഇവർക്കും അതിന്റെ മുകളിൽ നിന്നൊരു ചെറിയ സ്റ്റോക്ക് മാറ്റുന്ന സ്ട്രക്ചർ ഉണ്ട്. From the center of the subumbellar surface, there hangs a very short stalk-like structure called manubrium. Mouth is present at the tip of the manubrium. ഇവിടെ mouth is four-cornered. പക്ഷേ ആ ഓരോ കോർണറും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് the four corners of the mouth are produced അല്ലെങ്കിൽ drawn out into four long structures called oral arms. ഇത് കണ്ടോ, oral arms. And these oral arms are provided with the batteries of nematocyst. അത് മുഴുവനും നെമാറ്റോസിസ്റ്റ് ആണ്. ഒരു ഫുഡ് ക്യാപ്ചറിങ്. അപ്പോൾ അതിങ്ങനെ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ക്യാപ്ചറിങ്ങിനുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് ആർ ഡ്രോൺ ഔട്ട് ഇൻ ടു certain long structures and these structures are called oral arms. ആ മൗത്തിൻ്റെ അവിടെ നിന്ന് തൂങ്ങിക്കിടക്കും. ആ മൗത്തിൻ്റെ ഓരോ കോർണറും ഡ്രോൺ ഔട്ട് ഇൻ ടു ലോങ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഓറൽ ആംസ്. അത് ഈ ഇതിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ആ അമ്പർല ഇങ്ങനെ പോവുകയാണ്, അമ്പർലയ്ക്ക് അകത്തൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഹാങ് ചെയ്ത് കിടക്കും അതിൻ്റെ ഓറൽ ആംസ്. അത് നമ്മളിങ്ങനെ തുറന്നു വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മനുബ്രിയം. മനുബ്രിയത്തിൽ ഇത് ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് മനുബ്രിയം. മനുബ്രിയത്തിൻ്റെ ടിപ്പിൽ മൗത്ത് ഉണ്ട്. ആ മൗത്തിന്റെ ലിപ്പ് പോലത്തെ സ്ട്രക്ചറാണ് ഇങ്ങനെ ഓറൽ ആംസ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്നത്. മൗത്ത് ലീഡ്സ് ഇൻ ടു എ cavity present inside the manubrium and that cavity is called manubrial cavity എന്നോ gullet എന്നോ പറയാം. The cavity inside the manubrium is called gullet or manubrial cavity and that opens into the central part. ഈ കൊട ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടയുടെ അകത്തുള്ള ഭാഗം,
the manubrial cavity opens into the stomach. A stomach is produced into 4 pouch-like structures called gastric pouches. There are 4. Gastric pouches. From the gastric pouches, radial canals arises. 16 ഓരോന്നിന്നും 4 വീതം 16 radial canals arise from the gastric pouches open into the radial canals. Radial canal അല്ല ring canal. അപ്പോൾ manubrial cavity or gullet opens into the stomach. Stomach consists of 4 pouches. From the gastric pouches, 16 radial canals arise, open into the ring canal present at the margin of the umbrella. And the margin of the umbrella is provided with numerous small tentacles. Correct. അപ്പോൾ ഓറിലിയ അവർക്ക് ധാരാളം മീസോഗ്ലിയ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ മെഡുസോയിഡ് ഫോമിൻ്റെ മീസോഗ്ലിയ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. വലിയ സിലിണ്ടറിക്സിലെ ആനിമൽസിൽ 2 ഫോം ഉണ്ടെന്ന് പറഞ്ഞു. പോളിപ്പോയിഡ് ഫോം ഉണ്ട്, മെഡുസോയിഡ് ഫോം ഉണ്ട്. പോളിപ്പോയിഡ് ഫോമിൻ്റെ മീസോഗ്ലിയ അത്രയും വെൽ ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. മെഡുസോയിഡ് ഫോമിൻ്റെ മീസോഗ്ലിയ ആയിരിക്കും കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ്. ഇവിടെ മീസോഗ്ലിയ കൂടുതലായിട്ടും കാണും. ഇവരുടെ ബോഡിയിൽ ധാരാളമായിട്ട് ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് ജെല്ലി ഫിഷ്. ഇതൊരു ഫിഷൊന്നും അല്ല കേട്ടോ, ജെല്ലി ഫിഷ് സിലിണ്ടറേറ്റിൽ വരുന്നൊരു ആനിമലാണ് ജെല്ലി ഫിഷ്. ഇതിങ്ങനെ വാട്ടർ കറണ്ടിൻ്റെ അതിങ്ങനെ പോകും. വെള്ളം ചില സമയത്ത് സീഷോറിലൊക്കെ ധാരാളമായിട്ട് ജെല്ലി ഫിഷ് അടിഞ്ഞു കിടക്കും. ഈ തിര വന്ന് അടിച്ചിടുന്നവർ തിര തിരിച്ചു പോകാനായിട്ട് അവരൊന്ന് പോകും. അപ്പോൾ ഈ ജെല്ലി ഫിഷ് എന്ന് പറയാൻ നേരത്ത് അവരുടെ ബോഡി എന്ന് പറയുന്നത് അംബർല ലൈക്കാണ്. ഇവിടെയാണെങ്കിൽ എക്സ് അംബർലാർ സർഫസും സബ് അംബർലാർ സർഫസും ഉണ്ട്. ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് ഫോമാണ്. ഇവരുടെ ബോഡിയുടെ സെൻറ്റർ പാർട്ട് ഈ സബ് അംബർലയുടെ സെൻറ്ററിൽ നിന്ന് ഒരു ചെറിയ പിടിമാരി തൂങ്ങിക്കിടക്കും. ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സബ് അംബർലാർ സർഫസ് there hangs a short stalk-like structure called a manubrium. At the ടിപ്പിലായിട്ടാണ് മൗത്ത് ഇരിക്കുന്നത്. മൗത്ത് is 4 cornered ആണ്. മൗത്ത് opens into the cavity present in the manubrium. That cavity is called a manubrial cavity or gullet. Gullet opens into the central, ഇങ്ങനെ തുറക്കുന്ന പോലത്തെ ആ മേളിൽ central stomach. ആ സ്റ്റൊമക്കിന് 4 pouches ഉണ്ട്. That 4 pouches are called the gastric pouches. ആ gastric pouches in the radial canals arise. These are the radial canals. 16 radial canals arise from the gastric pouches, and these radial canals opens into the ring canal. And the ring canal lotta the open ചെയ്യും. റിംഗ് കനാൽ എന്ന് വെച്ചാൽ റിംഗ് കനാൽ ഇസ് പ്രസന്റ് അറ്റ് ദ മാർജിൻ ഓഫ് ദ അംബർല. ഈ അംബർലയുടെ ചുറ്റും ആ മാർജിനിൽ ചുറ്റുമായിട്ട് റിംഗ് കനാൽ കാണും. അപ്പോൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ ഇതിൽ കൂടെ കയറി ഇങ്ങനെ പോകും. ആ മാർജിൻ ഓഫ് ദ അംബർലയിൽ ധാരാളമായിട്ട് ഷോർട്ട് ടെൻഡക്കിൾസ് ഉണ്ട്. പിന്നെ ദ മാർജിൻ ഓഫ് ദ അംബർല ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ലോബ്സ്. ഓരോരോ ലോബുകൾ. ദ മാർജിൻ ഓഫ് ദ അംബർല ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ലോബ്സ് ബൈ സഡൻ നോട്ട്സ്. ചില കുലിപ്പ് പോലത്തെ സാധനം. The margin of the umbrella is divided into 8 lobes. 1, 2, 3. 8 lobes by certain notches. And these notches contain the marginal sense organs. These notches contain the marginal sense organs. ഈ കൊടയൊക്കെ ഇങ്ങനെ ഒഴുകി പോകാൻ നേരത്തെ അവർക്ക് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു സെൻസ് ഓർഗൻസ് ആണ്. അത് മാർജിനലിൽ സഡൻ ലാക്ടെക്സ് ഇത് ഈ നോച്ചസിനകത്തായിരിക്കും കാണുന്നത്. ആൻഡ് ദീസ് മാർജിനൽ സെൻസ് ഓർഗൻസ് ആർ കോൾഡ് ടെൻഡക്ലോസിസ്റ്റ്. These marginal sense organs are called tendaclocyst or statocyst. Balancing organ. ഇപ്പോൾ എന്താ പറയുന്നത്, കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ജെല്ലി ഫിഷ് എന്നാണ്. അംബർല ഷേപ്പ് ആണ്. ഔട്ടർ സർഫസ് എക്സ് അംബർല, സബ് അംബർല, സ്റ്റോക്ക് മെനൂബ്രിയം, ടിപ്പിൽ ഇതാ ഉള്ള മൗത്ത്,
Mouth leads into the gullet or mandibular cavity, opens into the stomach. Stomach is 4-chambered, and these chambers are called gastric pouches. From the gastric pouches, കൊടയുടെ കമ്പി പോകുന്ന പോലെ 16 radial canals opens into the ring canal present at the margin of the umbrella. അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള റിംഗ് കനാൽ, ആ മാർജിനിലായിട്ട് ധാരാളം മുത്തുക്കുട തൂങ്ങിക്കിടക്കുന്ന പോലെ എന്താ ഉള്ള tentacles. The margin of the umbrella is provided with numerous short tentacles. The outer the കൊടയുടെ മാർജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 8 lobes by certain notches അല്ലെങ്കിൽ lappets. Lobe. The margin of the umbrella is divided into 8 lobes by certain notches, and these notches contain the marginal sense organs, and these sense organs are called as tentaculocyst or statocyst. They are the marginal sense organs. Then the orlams. Orlams and the corner, the mouth is 4 corners, and each corner is drawn out into a very long arm-like structure called orlams, and these orlams are fringed with batteries of nematocysts or stinging cells. This is the life history of Aurelia. Aurelia, male Aurelia and female Aurelia, there is no sexual dimorphism, but they are dioecious, male Aurelia and female Aurelia. From the male, sperms are produced, female ovum is produced, fusion between sperm and ovum takes place. This is the zygote. Zygote undergo division, and this, after division the zygote develops into a ciliated larva called a planula larva, and this planula larva, after a very brief free swimming life, develops into next form called hydra tuba. This is a settled form. The hydra tuba, the planula larva, after a very short free swimming life, settle on a substratum, develops mouth and tentacles, and this structure is called hydra tuba. Hydra tuba in the feed develop this hydra tuba undergo horizontal segmentation. This hydra tuba undergo horizontal segmentation. Aurelia structure in Aurelia reproduce and life history Aurelia there is no sexual dimorphism. Male female but they are dioecious. Male Aurelia and female Aurelia are there. From the male Aurelia, sperms are produced. From the female, ovum are produced, and the fusion between male and female gametes takes place, resulting in the formation of zygote. And this zygote undergo division, and after division develops into a ciliated larva called a planula larva. And the planula larva, after a very brief free swimming life, settle on a substratum, develops mouth and tentacles, and the planula larva now settle on a substratum, develops into the next stage, and this stage is called hydra tuba. Hydra tuba settled on mouth and tentacles a sedentary form. After a very short sedentary life, they undergo a phenomenon called horizontal segmentation. And this the process of horizontal segmentation is called strobilation. Strobilation, strobila form and strobilation this hydra tuba after the horizontal segmentation develops into the next stage called Scaphy-stoma stage. Scaphy-stoma stage, and this Scaphy-stoma looks like a pile of saucers, like plates arranged one above the other. Plate പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി ഈ ഹൊറിസോണ്ടൽ സെഗ്മെന്റേഷൻ കഴിയുമ്പോഴാണ് ഈ ഓരോ സെഗ്മെന്റ്സും ഒരു പ്ലേറ്റ് പോലെ ഇരിക്കും. ആദ്യം ഇങ്ങനെ ഒരു ഫറവ് പോലെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ പിള്ളേരെ. ആദ്യം ഇങ്ങനെ എന്താ പറയുന്ന ഇങ്ങനെ ഹൈഡ്രോ ട്യൂബയുടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഫറവ് പോലെ ഇങ്ങനെ
അപ്പിയർ ചെയ്യും. എന്നിട്ട് അത് ഗ്രാജുവലായിട്ട് ഡീപ്പൻ ചെയ്ത് ഇതിങ്ങനെ മുറിഞ്ഞങ്ങ് പോകും. എന്നിട്ട് അവര് ഓരോ കഷ്ണം ഓരോ സെഗ്മെന്റ്സ് പോലെയാവും. അത് കഴിയുമ്പോൾ ഇത് കണ്ട എങ്ങനെ ഇരിക്കുന്ന അറിയാവോ? ഒരു പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഇരിക്കും. A pile of plates arranged one above the other, and this structure is called a skypy stoma. From the body is called ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, ഒരു അറ്റാച്ച്ഡ് ഫോമിന്റെ സ്ട്രക്ചർ, ഈ ബോഡിനെ പറയുന്ന കോളം എന്നാണ്. ഫ്രം ദ കോളം ദീസ് individuals അല്ലെങ്കിൽ these saucer like structures detach from the body or column and they develop into the free swimming larva form, and this free swimming larva is called ephyra larva. And this ephyra larva saucer shaped ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. അതിൻ്റെയും ഒരു അടിമേലും ഒരു മനുബ്രിയവും മൗത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബൈഫിഡ് ആംസ്. ഇത് കണ്ട ബൈഫിഡ് ആംസ് ആണ് ഇവർക്കുള്ളത്. Characterized by the presence of 8 bifid arms. Saucer shaped free swimming, the larva of Aurelia is called a ephyra larva. അപ്പോൾ ഇതിന്റെ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാ? Aurelia is dioecious. There is no sexual dimorphism. Male medusa. ഇത് മെഡുസോയിഡ്, ഈ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫോമിനെ മെഡുസോയിഡ് ഫോം എന്ന് പറയാം. അറ്റാച്ച്ഡ് ഫോമിനെ നമ്മൾ പോളിപ്പോയിഡ് ഫോം എന്നാണ് ജനറൽ ആയിട്ടും പറയുന്നത്. അപ്പോൾ ഈ മെഡുസയുടെ ഈ ഒറേലിയയുടെ ഈ മെഡുസോയിഡ് ഫോം അല്ലെങ്കിൽ ഈ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഈ ഫോമിനകത്ത് അവർ ഡയേഷ്യസ് ആണ്. മെയിൽ ഒറേലിയ അല്ലെങ്കിൽ മെയിൽ മെഡുസോയിഡ് ഫോം ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മെയിലിൽ നിന്ന് സ്പേംസും ഫീമെയിലിൽ നിന്ന് ഓവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്യൂഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നുണ്ട്. ആ സൈഗോട്ട് ഡിവിഷൻ നടക്കുന്നു. ആഫ്റ്റർ ക്ലീവേജ് അല്ലെങ്കിൽ ഡിവിഷൻ കഴിയാൻ നേരത്ത് ഡെവലപ്സ് ഇൻ ടു എ സീലിയേറ്റഡ് ലാർവ കോൾഡ് പ്ലാനുല ലാർവ. ആ പ്ലാനുല ലാർവ എവിടെയെങ്കിലും പോയി അറ്റാച്ച് ചെയ്തിരിക്കും. എന്നിട്ട് മൗത്തും ടെൻറ്റക്കിൾസ്, ചെറിയ മൗത്തും ടെൻറ്റക്കിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ള സെക്കൻഡറി അറ്റാച്ച്ഡ് ഫോമിനെ നമ്മൾ പറയുന്ന ഹൈഡ്ര ട്യൂബ എന്നാണ്. ഹൈഡ്ര ട്യൂബ അവിടെയും ഒരു കുറച്ച് സെഡൻറ്ററി ലൈഫ് ലീഡ് ചെയ്തതിന് ശേഷം ദേ അണ്ടർഗോ ഹൊറിസോണ്ടൽ സെഗ്മെന്റേഷൻ. പതുക്കെ ഒരു ചെറിയ മുറിവ് പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അത് ഡീപ്പൻ ചെയ്തിട്ട് അത് സെഗ്മെന്റ് ആയിട്ട് മാറും. അപ്പം കുറേ സെഗ്മെന്റ്സ് ഇങ്ങനെ അടുക്കിയിരിക്കുന്ന പോലെ തോന്നും. ആൻഡ് ദാറ്റ് ഫോം ഈസ് കോൾഡ് സ്കൈഫി സ്റ്റോമ. സ്കൈഫി സ്റ്റോമ എങ്ങനെ ഇരിക്കും പിള്ളേരെ? ആൻഡ് ലുക്സ് ലൈക്ക് എ പൈൽ ഓഫ് പ്ലേറ്റ്സ് അറേഞ്ച്ഡ് വൺ എബോവ് ദ അതർ. അപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഒരു അട്ടി പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. അതിനുശേഷം അതിൽ നിന്ന് ഓരോ പ്ലേറ്റും അല്ലെങ്കിൽ ഓരോ സോസർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡിറ്റാച്ച് ഫ്രം ദ ബോഡി ആൻഡ് ദേ ലീഡ് എ ഫ്രീ സ്വിമ്മിങ്. അതൊരു ഫ്രീ സ്വിമ്മിങ് ലാർവയാണ്. ദാറ്റ് ലാർവ ഈസ് കോൾഡ് എഫൈറ ലാർവ. എഫൈറ ലാർവയുടെ അത് ഒരു സോസർ ഷേപ്ഡ് ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. സോസർ ഷേപ്ഡും ഫ്രീ സ്വിമ്മിങ് ഒക്കെ ആണെങ്കിലും അവർക്കും സബ് അംബർല സർഫസ്, എക്സ് അംബർല സർഫസും മനുബ്രിയും അതൊക്കെ ഉണ്ട്. ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് 8 bifid arms. And these are ephyra larva metamorphosis into the adult Aurelia. ഈ ഇങ്ങനത്തെ ഒറേലിയ ലാർവ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെ പക്ഷേ നമുക്കൊരു ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണ്ട. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ചോദിച്ചാൽ ടിപ്പിക്കൽ എഴുതാവുന്നത് ഒവീലിയ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതെന്ത് പറ്റും എന്നറിയാമോ? ചില സമയത്ത് ഈ ഇവര് പോയി ഇങ്ങനെ ഇതാകണമെന്നില്ല. ചില സമയത്ത് ഇത് പോയിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്തിട്ട് ഹൈഡ്ര ട്യൂബ ഉണ്ടാകും. ഈ എഫൈറ ലാർവ ആഫ്റ്റർ കുറച്ചൊരു ഫ്രീ സ്വിമ്മിങ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി അറ്റാച്ച് ചെയ്തിരുന്നിട്ട് അതിൽ നിന്നൊരു ഹൈഡ്ര ട്യൂബ പോലെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയും ഡെവലപ്പ് ചെയ്യാം ചില അൺഫേവറബിൾ കണ്ടീഷനിൽ. അപ്പോൾ അത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാൻ നേരത്ത് അവിടെ റെഗുലറായിട്ട് മെഡുസോയിഡ് ഫോമിൽ നിന്ന് എന്തുണ്ടാവണം? മെഡുസോയിഡ് ഫോമിൽ നിന്ന് polypoid form, അല്ലെങ്കിൽ സെക്ഷുവൽ ജനറേഷൻ അസെക്ഷുവൽ ജനറേഷൻ, there is a regular alternation of sexual generation with asexual generation. ടിപ്പിക്കലായിട്ട് നമുക്ക് ഒബീലിയ കോളനി തന്നെ എഴുതിയാൽ മതി. ഇതിനകത്തും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. നിങ്ങൾ എഴുതുന്നത് ഒബീലിയ കോളനി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഒറേലിയ പഠിച്ചു. ഒറേലിയയുടെ എങ്ങനെയാണ്? അതൊരു അംബർല ഷേപ്ഡ് ആണ്. ഒറേലിയ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ജെല്ലി ഫിഷ് ആണ്, മെറൈൻ ആണ്. പിന്നെ എന്താ പറയുന്നത്,
അതിനും ഒരു എക്സ് അംബർല സർഫസും സബ് അംബർല സർഫസും ഉണ്ട്, കോൺവെക്സ് സർഫസും കോൺകേവ് സർഫസും മെനൂബ്രിയം ഉണ്ട്, അറ്റത്ത് ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് മൗത്ത് എന്ന് പറഞ്ഞാൽ 4 കോർണേർഡ് ആണ്. ആ ഓരോ കോർണേർഡും ഡ്രോൺ ഔട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ലോങ് ഓറൽ ആംസ്. മൗത്ത് ലീഡ്സ് ഇൻ ടു എ ഗള്ളറ്റ്. Gullet opens into the central stomach. Stomach is provided with 4 pouches. From the pouches, 16 radial canals. Radial canals opens into the marginal ring canal. A margin of the umbrella is provided with numerous tentacles. പിന്നെ margin is divided into 8 lobes അല്ലെങ്കിൽ lappets എന്ന് പറയാം by certain notches. And these notches contain marginal tentacles. Marginal sense organs. And these sense organs are called tentaculocyst or statocyst. Tentaculocyst എന്നോ statocyst എന്നോ പറയാം. അത് മാർജിൻ ഇസ് ഡിവൈഡഡ് ഇൻടു 8 ലോബ്സ് ഓർ ലാപ്പറ്റ്സ് ബൈ സഡൻ നോച്ചസ്. ആ നോച്ചസിൻ്റെ അകത്താണ് ദി മാർജിനൽ സെൻസ് ഓർഗൻസ് ഇരിക്കുന്നത്. മാർജിനൽ സെൻസ് ഓർഗൻസിൻ്റെ പേര് ടെൻഡക്കുലോസിസ്റ്റ് എന്നോ സ്റ്റാറ്റോസിസ്റ്റ് എന്നോ പറയാം. ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡയേഷ്യസ് ആണ്. മെയിലും ഫീമെയിലും ഉണ്ട്. സെക്ഷൽ ഡൈമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. മെയിൽ ഇന്ന് സ്പേംസ്, മറ്റേ ഓവോസ്പോമും യൂണിയൻ നടക്കുന്നു. സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ, ഡെവലപ്സ് ഇൻറ്റു പ്ലാന്റൽ ലാർവ, ഡെവലപ്സ് ഇൻറ്റു ഹൈഡ്രറ്റ്യൂബ, അണ്ടർഗോ horizontal segmentation, and this horizontal segmentation is called as strobilation. After strobilation, the hydrotuba is converted into another structure called Scyphistoma. Scyphistoma look like a pile of saucers arranged one above the other, and then these saucers like structures detach from the body and lead a free swimming develop into a free swimming larva called Ephera larva. Ephera larva saucer shaped and free swimming ആണ്, characterized by the presence of 8 bifid arms. Metamorphosis into the Aurelian, adult Aurelian. This is the life history of Aurelian.